നമസ്തേ. പ്രധാന സേവകൻ അനന്തപുരിയിലേക്ക് ടോപ്പ് 7 at 7 സ്വാഗതം. നോക്കാം ഒരു വാർത്താ പകൽ അരമണിക്കൂറിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 23 തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം നഗരസഭാ ഭരണം കിട്ടിയ ശേഷമുള്ള വികസന രേഖാ പ്രഖ്യാപനം നടത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൂടി ഭാഗമായാണ് പ്രധാനമന്ത്രി എത്തുന്നത്. നഗരസഭാ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനുള്ളിൽ മോദി എത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിരുന്നു. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, കേരളക്കര ഒന്നാകെ സന്തോഷത്തിലാണ്, ആ സുദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ഈ മാസം 23 പ്രധാനമന്ത്രി അനന്തപുരിയിലേക്ക് എത്തുക. സന്ദർശനത്തിന്റെ മറ്റ് വിശദാംശങ്ങൾ കൂടി. ഈ മാസം 23 പ്രധാനമന്ത്രി എത്തുമെന്ന വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായിരുന്നാലും തിരുവനന്തപുരം നഗരസഭയിൽ മേയർ ഉണ്ടായാൽ മോദി 45 ദിവസത്തിനകത്ത് തിരുവനന്തപുരത്ത് എത്തുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം ശരിയാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രധാനമായും തിരുവനന്തപുരം നഗരസഭ ഭരണം കിട്ടിയ ശേഷമുള്ള വികസന രേഖ പ്രഖ്യാപനമായിരിക്കും പ്രധാനമന്ത്രി നടത്തുക. ഒപ്പം തന്നെ അനന്തപുരി നിവാസികൾക്ക് ഏറ്റവും ആശ്വാസമേകുന്ന വികസന പദ്ധതികൾക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെയും സഹകരണത്തോടുകൂടി വികസന രേഖയ്ക്ക് തുടക്കം കുറിക്കുന്നതോടൊപ്പം വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം വികസന രേഖകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന രേഖയായിരിക്കും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടി ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ അമിത്ഷാ കേരളത്തിലെത്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ അമിത്ഷാ കേരളത്തിലെത്തി സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കോർ കമ്മിറ്റി യോഗത്തിൽ, BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ ചർച്ചയുടെ തുടക്കം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ മത്സര രംഗത്തേക്ക് BJP ഇത്തവണ കളത്തിലിറങ്ങുമ്പോൾ BJPക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത്. ഇതും ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ആയുധമായി തന്നെ BJP നരേന്ദ്രമോദിയുടെ സന്ദർശനം ഉപയോഗിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും തിരുവനന്തപുരം നഗരവാസികൾക്ക് ആശ്വാസമേകുന്ന വികസന പദ്ധതികൾക്കായിരിക്കും നരേന്ദ്രമോദി തുടക്കമിടുക. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ നേരിട്ട് വിവിധ വികസന പദ്ധതികൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടത്തും. പ്രത്യേകിച്ച് കോർപ്പറേഷൻ മേയർ എന്ന പദവി BJPക്ക് ജനങ്ങൾ നൽകിയ സാഹചര്യത്തിൽ അതിന്റെ വികസനം മുഖമുദ്രയായി മാറ്റിക്കൊണ്ട് കേരളമെമ്പാടും പിടിക്കാനുള്ള ശ്രമം തന്നെയാണ് BJP നടത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 23 തിരുവനന്തപുരത്ത് എത്തുന്നത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താണ് നഗരവാസികളായ ജനങ്ങളെ മോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 23 അനന്തപുരിയിൽ എത്തുകയാണ്. കാത്തിരുന്ന ആ ഒരു സുദിനം, ആ ഒരു ശുഭദിനം. വിനീഷാണ് വിശദാംശം നൽകിയത്. മുന്നണി മാറ്റത്തെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിൽ പൊട്ടിത്തെറിയും. LDF-നൊപ്പം തുടരുമെന്ന മന്ത്രി റോഷി അഗസ്റ്റിനും MLA പ്രമോദ് നാരായണനും മുന്നണി വിടുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും റോഷി അഗസ്റ്റിൻ. പാർട്ടി ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്ന് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജോസ് കെ മാണിയെ UDF-ലേക്ക് ക്ഷണിച്ച് കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും. മുന്നണി പ്രവേശനത്തിൽ തീരുമാനമെടുക്കാൻ സമയം വേണമെന്ന് ജോസ് കെ മാണിയുടെ മറുപടി. പുകഞ്ഞു മുന്നണിയിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന തിരിച്ചറിവാണ് LDF-ൽ നിന്ന് മകലാൻ ജോസ് കെ മാണിയെ പ്രേരിപ്പിക്കുന്ന ഘടകം. സഭാ നേതൃത്വങ്ങളുടെയും ശക്തി കേന്ദ്രങ്ങളുടെ നേതാക്കളുടെയും സമ്മർദ്ദവും UDF നേതാക്കളുടെ പ്രേരണയുമെല്ലാം ഇതിന് പിന്നിലുണ്ട്. എന്നാൽ മുന്നണി മാറ്റം അനിവാര്യമെന്ന നിലപാടിലേക്ക് ജോസ് കെ മാണി വന്നതോടെ പാർട്ടിയിൽ മറ്റൊരു പൊട്ടിത്തെറി കൂടി സംഭവിച്ചിരിക്കുകയാണ്. LDF-നൊപ്പം തുടരുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി മന്ത്രി റോഷി അഗസ്റ്റിനും MLA പ്രമോദ് നാരായണനും മുന്നണി മാറ്റത്തിലെ ഭിന്നത പരസ്യമാക്കി. LDF വിടില്ലെന്ന ജോസ് കെ മാണിയുടെ പഴയ പ്രസ്താവന ഓർമ്മിപ്പിച്ച് റോഷി അഗസ്റ്റിൻ മാധ്യമങ്ങൾക്ക് മുന്നിലുമെത്തി. ഇതിൻ്റെ യഥാർത്ഥ നിലപാട് ഇന്നത്തെ വാർത്തയിൽ പോലും ഇന്ന് രാവിലെ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ കണ്ടു കാണുമല്ലോ. ഇന്നലെ വരാൻ കഴിയാത്ത സാഹചര്യം MLA-മാർ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പങ്കെടുത്തു. അദ്ദേഹം വരാൻ പറ്റാത്ത സാഹചര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെന്താ അപ്പിയോ? പക്ഷേ ഈ റിപ്പോർട്ട് വരുമ്പോൾ താങ്കളും പ്രമോദ് നാരായണൻ മാത്രമേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുള്ളൂ, തുടരുമെന്ന് പറഞ്ഞുകൊണ്ട്. ആര് പറഞ്ഞു? നിലവിൽ അതേ വന്നിട്ടുള്ളൂ. ഞാൻ പറഞ്ഞോ? പ്രമോദ് പറഞ്ഞോ? ഏതെങ്കിലും MLA-മാർ പറഞ്ഞോ? ഇത് വല്ലാത്ത കൂത്തല്ലേ സത്യത്തിൽ. അങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കാൻ ഇപ്പോൾ ലേറ്റസ്റ്റായ വാർത്തയാണല്ലോ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ചെയർമാൻ തന്നെ നയം വ്യക്തമാക്കി.
പിന്നാലെ LDF സമരത്തിൽ പങ്കെടുക്കാത്തതിൽ വിശദീകരണവുമായി ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഇടതുമുന്നണിയിൽ തുടരുമോ എന്ന് വ്യക്തമായി പറയാൻ ജോസ് തയ്യാറായില്ല. രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്നും കേരള കോൺഗ്രസ് എം ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുമെന്നും ജോസ് കെ മാണിയുടെ പോസ്റ്റിലുണ്ട്. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് ക്ഷണിച്ചുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയിരുന്നു. മുന്നണി പ്രവേശനത്തിൽ തീരുമാനമെടുക്കാൻ സമയം വേണമെന്നായിരുന്നു ജോസിന്റെ മറുപടി. ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും ജോസ് കെ മാണി UDF നേതാക്കളെ അറിയിച്ചു. മുന്നണി മാറ്റത്തിൽ അന്തിമ തീരുമാനം ജനുവരി 16 ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ടാകും. പാർട്ടി ചെയർമാനൊപ്പമല്ല ഏകമന്ത്രിയും ഒപ്പമുള്ളവരുമെന്നതും കേരള കോൺഗ്രസ് എമ്മിൽ മറ്റൊരു പിളർപ്പിനുള്ള സാധ്യത കൂടി തെളിയിക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. 3 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന CPM ബന്ധം അവസാനിപ്പിച്ച് മുൻ MLA ഐഷ പുറ്റി കോൺഗ്രസിൽ. കോൺഗ്രസ് രാപ്പകൽ സമരവേദിയിലെത്തിയാണ് ഐഷ പുറ്റി അംഗത്വം സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവടക്കമുള്ള നേതാക്കൾ ഐഷയെ സ്വീകരിച്ചു. 30 വർഷം നീണ്ട പാർട്ടി ബന്ധം അവസാനിപ്പിച്ചാണ് ഐഷ പോറ്റി കോൺഗ്രസ് പാളയത്തിലെത്തിയത്. കൊട്ടാരക്കര മുൻ MLA കൂടിയായ ഐഷ പോറ്റി ഏറെ നാളായി CPM-മായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നും CPM കഴിഞ്ഞ വർഷം ഒഴിവാക്കിയിരുന്നു. പ്രതിപക്ഷ നേതാവുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കോൺഗ്രസ് പ്രവേശനത്തിന് ധാരണയായത്. കൊട്ടാരക്കരയിൽ ബാലകൃഷ്ണ പിള്ളയെ അട്ടിമറിച്ചാണ് ഐഷ പോറ്റി നിയമസഭയിലേക്ക് എത്തിയത്. 3 തവണ കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഐഷ പോറ്റിക്ക് CPM സീറ്റ് നിഷേധിച്ചിരുന്നു. ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കും. ഇത് സന്തോഷ നിമിഷമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ വലിയ മാറ്റങ്ങളാണ് നടക്കുന്നതെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ മോശമായ സോഷ്യൽ മീഡിയ ആക്രമണം പ്രതീക്ഷിക്കുന്നതായി ഐഷ പോറ്റി പ്രതികരിച്ചു. എന്റെ പൊന്നെ, നിങ്ങളോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഏത് രാഷ്ട്രീയത്തിലും ഏത് മനുഷ്യരായാലും ഏത് ലീഡറായാലും എത്ര വലിയ മന്ത്രിയായാലും അതിനു മേളിലുള്ള ആളായാലും മനുഷ്യനോട് സ്നേഹത്തോടെ പെരുമാറുന്നതിന് നഷ്ടമുണ്ടോ? സത്യസന്ധമായിട്ട് ഇടപെടുന്നതിന് നഷ്ടമുണ്ടോ? ഒന്നും കിട്ടാനല്ല ഇതിലൊന്നും വരുന്ന. അധികാരമോഹിയല്ലാതെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ അധികാരമോഹിയല്ല എങ്കിൽ എനിക്ക് കഴിഞ്ഞ തവണ തന്നെ എന്നോട് എന്തെല്ലാം ആൾക്കാർ വന്നു. ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല ഇവിടെ. പക്ഷെ ഒന്നും ഞാൻ സൗമ്യമായിട്ട് എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ എന്നെ ഒരു പ്രസ്ഥാനമല്ലേ വളർത്തിയ വർഗ വഞ്ചകയിൽ തുടങ്ങി എനിക്ക് വലിയ ഭാഷ വശമില്ല. മാതിരി മ്ലേച്ഛ ഭാഷകളൊന്നും അതൊക്കെ വരും. നിങ്ങൾ ഓർത്തോളുക, ഞാൻ അങ്ങനെ ഒരാളല്ല. സഖാക്കൾക്ക് വിഷമമുണ്ടാക്കുന്ന തീരുമാനമാണിതെന്നും അവർ കോൺഗ്രസ് സമരവേദിയിൽ പറഞ്ഞു. തന്നെ വർഗവഞ്ചക എന്ന് വിളിച്ചേക്കും, എപ്പോഴും മനുഷ്യപക്ഷത്തായിരിക്കുമെന്നും ഐഷ പോറ്റി വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ദിവസം SIT കസ്റ്റഡിയിൽ. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഈ മാസം 15 വരെയാണ് കസ്റ്റഡി കാലാവധി. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 പരിഗണിക്കും. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് പ്രകാരം 3 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഈ മാസം 15 വരെ രാഹുൽ SITയുടെ കസ്റ്റഡിയിൽ തുടരും. 16-ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ കസ്റ്റഡി അപേക്ഷയെ എതിർത്ത് വാദമുന്നയിച്ചു. അറസ്റ്റിനുള്ള കാരണങ്ങൾ പ്രതിയെ ബോധ്യപ്പെടുത്താനായില്ല. ഭരണഘടനാവകാശ ലംഘനമുണ്ടായെന്നും അറസ്റ്റിൽ 2 സാക്ഷികളുടെ സാന്നിധ്യമുണ്ടാകണമെന്ന ചട്ടം പാലിച്ചില്ലെന്നും രാഹുൽ വാദമുയർത്തി. തന്നെ പൊതുവിടത്തിൽ പ്രദർശിപ്പിക്കാൻ ശ്രമമുണ്ടെന്നും രാഹുൽ കോടതിയെ അറിയിച്ചു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെടുക്കാനായി കസ്റ്റഡിയിൽ രാഹുലിനെ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പാലക്കാട് എത്തിച്ചും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല. കൂടാതെ അതിജീവിതയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൊബൈൽ ഫോൺ കണ്ടെടുക്കണം. അതിജീവിതയും രാഹുലും തമ്മിൽ നടത്തിയ ചാറ്റുകൾ വീണ്ടെടുക്കണമെന്നും SIT കസ്റ്റഡി അപേക്ഷയിലൂടെ ആവശ്യപ്പെട്ടു. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന 15-ന് വീണ്ടും SIT സംഘം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. ജനം, കൊച്ചി. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തെ കോടതിയിലേക്ക് കൊണ്ടുവരും കാത്തിരുന്നത് യുവമോർച്ച അടക്കമുള്ള യുവജന സംഘടനകളുടെ അതിശക്തമായ പ്രതിഷേധം. പോലീസ് കസ്റ്റഡിയിൽ വിട്ട രാഹുലിനെ കോടതിയിൽ നിന്നും ഇറക്കിയപ്പോൾ ചീമുട്ടയെറിഞ്ഞ പ്രതിഷേധം. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് ഇറക്കുമ്പോൾ മുതൽ പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്ത്.
രാവിലെ 10 മണിയോടെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ തിരുവല്ലയിലെ കോടതിയിലേക്ക് ഇറക്കുമ്പോൾ മുതൽ വഴിനീള പ്രതിഷേധക്കാർ രാഹുലിനെതിരെ മുദ്രാവാക്യം മുഴക്കി രംഗത്തുണ്ടായിരുന്നു. വൈദ്യപരിശോധനയ്ക്കായി തിരുവല്ല സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചതോടെ ആശുപത്രിയുടെ കവാടത്തിന് മുന്നിൽ യുവമോർച്ചയടക്കമുള്ള യുവജന സംഘടനാ പ്രവർത്തകർ പ്രതിഷേധവുമായി നിരന്നു. രാഹുലിന് നൽകാൻ നമ്പർ 1 കോഴിക്കുള്ള ട്രോഫിയുമായി എത്തിയായിരുന്നു യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. ആശുപത്രിയിൽ നിന്ന് രാഹുലുമായി പോലീസ് വാഹനം പുറത്തേക്കിറക്കാൻ സമ്മതിക്കാതെ സമരക്കാർ വണ്ടി വളഞ്ഞതോടെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് സമരക്കാരെ നീക്കി രാഹുലിനെ കോടതിയിൽ എത്തിച്ചത്. കോടതി വളപ്പിലും രാഹുലിനെ കാത്തിരുന്നത് ശക്തമായ പ്രതിഷേധം തന്നെ. എന്നാൽ ഇതിലൊന്നും കൂസാത്ത ശരീരഭാഷയായിരുന്നു രാഹുലിന്റേത്. 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടതോടെ രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ ഇറക്കുമ്പോൾ യുവമോർച്ച പ്രവർത്തകർ രാഹുലിന് നേരെ ചീമൊട്ടയെറിഞ്ഞ് പ്രതിഷേധിച്ചു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് യുവമോർച്ച പ്രവർത്തകർ പറഞ്ഞു. പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച രാഹുലുമായുള്ള തെളിവെടുപ്പിനിടയിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. തിരികെ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നാളെ ഡൽഹിയിലെ പുതിയ ഓഫീസിലേക്ക്. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് മകരസംക്രമ ദിനമായ നാളെ മുതൽ സെൻട്രൽ വിസ്തയിലേക്ക് മാറും. സേവാതീർത്ത് 1 എന്ന പേരിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇനി അറിയപ്പെടുക. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി റെയ്സീന കുന്നിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് സമുച്ചയം മകരസംക്രാന്തി ദിനത്തിൽ പ്രവർത്തനം ആരംഭിക്കും. സേവ് തീർത്ത് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന പുതിയ ആസ്ഥാനം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നതിനൊപ്പം ഭാരതീയ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 3 പ്രധാന കെട്ടിടങ്ങളാണ് പുതിയ സമുച്ചയത്തിലുള്ളത്. സേവ് തീർത്ത് 1-ൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും സേവ് തീർത്ത് 2-ൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റും പ്രവർത്തിക്കും. സേവ് തീർത്ത് 3-ൽ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ക്യാബിനറ്റ് യോഗങ്ങൾക്കായി പ്രത്യേക മുറിയും ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഓപ്പൺ ഫ്ലോർ മോഡൽ രീതിയിലുള്ള ഓഫീസ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ സൗത്ത് ബ്ലോക്കിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. 7 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഈ സുപ്രധാന അധികാര കേന്ദ്രം മാറുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയുടെ നിർമ്മാണവും ഓഫീസിന് സമീപം പുരോഗമിക്കുന്നുണ്ട്. ഇത് പൂർത്തിയാക്കുന്നതോടെ പ്രധാനമന്ത്രി നിലവിലെ ലോക് കല്യാൺ മാർഗിലെ വസതിയിൽ നിന്നും ഇവിടേക്ക് താമസം മാറും. ബ്രിട്ടീഷ് ഭരണകാലത്തെ നിർമ്മാണ രീതിയിലുള്ള നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ ഇനി മുതൽ ഭാരതത്തിന്റെ 5000 വർഷത്തെ നാഗരികത പ്രകടമാക്കുന്ന മ്യൂസിയമായി മാറ്റാനാണ് സർക്കാർ പദ്ധതി. ഇതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങളും അടുത്ത വർഷം ആരംഭിക്കും. ജനം, ഡൽഹി. നരേന്ദ്രമോദി സർക്കാരിന്റെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടിയെ പ്രകീർത്തിച്ച് കോൺഗ്രസ് MP ശശി തരൂർ പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ എഴുതിയ ലേഖനത്തിലാണ് തരൂരിന്റെ പ്രശംസ. മാവോയിസ്റ്റ് വെല്ലുവിളി നേരിടാൻ കെൽപ്പുണ്ടെന്ന് ഭാരതം ഇപ്പോൾ തെളിയിച്ചതായും സുരക്ഷയും വികസനവും സമന്വയിപ്പിച്ചിട്ടുള്ള സമഗ്രമായ തന്ത്രം മോദി സർക്കാർ നടപ്പിലാക്കിയെന്നും തരൂർ പ്രശംസിച്ചു. കോൺഗ്രസിൽ നിന്നുമുള്ള എതിർപ്പുകൾ ശക്തമാകുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിക്കുന്ന നിലപാട് തുടരുകയാണ് ശശി തരൂർ. കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളെ പ്രശംസിച്ചാണ് ഇത്തവണ തരൂർ രംഗത്തെത്തിയിട്ടുള്ളത്. മാവോയിസ്റ്റ് വെല്ലുവിളികൾ നേരിടാൻ കെൽപ്പുണ്ടെന്ന് ഇന്ത്യ ഇപ്പോൾ തെളിയിച്ചതായി തരൂർ പറയുന്നു. 2013-ൽ 126 ജില്ലകളിലായി വ്യാപിച്ചു കിടന്ന റെഡ് കോറിഡോർ കഴിഞ്ഞ വർഷത്തോടെ വെറും 11 ജില്ലകളിലേക്ക് ചുരുങ്ങി. കലാപത്തിന്റെ കാരണങ്ങളെയും പ്രത്യാഘാതങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞുള്ള സസൂക്ഷ്മവും സമഗ്രവുമായ തന്ത്രമാണ് ഇന്ത്യൻ സർക്കാർ ആവിഷ്കരിച്ചതെന്നും തരൂർ ലേഖനത്തിൽ പുകഴ്ത്തുന്നു. മാവോയിസ്റ്റ് ഭീഷണി ഇല്ലായ്മ ചെയ്യാൻ UPA സർക്കാർ തുടക്കമിട്ട നടപടികൾക്ക് 2014 ശേഷം നരേന്ദ്രമോദി സർക്കാർ ആക്കം കൂട്ടി. സുരക്ഷയും വികസനവും സമന്വയിപ്പിച്ചിട്ടുള്ള സമഗ്രവും ബഹുമുഖവുമായ ഒരു തന്ത്രം മോദി സർക്കാർ നടപ്പിലാക്കി. സുരക്ഷാ രംഗത്ത് പോലീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സർക്കാർ വലിയ നിക്ഷേപം നടത്തി. ആധുനിക ആയുധങ്ങൾ, മികച്ച ആശയവിനിമയ ഉപാധികൾ, വനയുദ്ധത്തിനും കലാപങ്ങളെ നേരിടുന്നതിനുമുള്ള പ്രത്യേക പരിശീലനം എന്നിവ നൽകി. സർക്കാരിന്റെ ഉരുക്കുമുഷ്ടിക്കൊപ്പം വികസനത്തിന്റെ സ്വാന്തന സ്പർശവും കൂടി ഉണ്ടായതോടെയാണ് പദ്ധതി വിജയം കണ്ടത്. ഹൃദയങ്ങളും മനസ്സുകളും കീഴടക്കിയാണ് സർക്കാർ ഇത് സാധ്യമാക്കിയതെന്നും തരൂർ ലേഖനത്തിൽ പറയുന്നു. ജനം, ഡൽഹി.
മകരസംക്രമ ദിവസം അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി ഘോഷയാത്ര പ്രയാണം തുടരുകയാണ്. രണ്ടാം ദിവസത്തെ യാത്ര അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. നാളെ ഘോഷയാത്ര ശബരിമലയിലെത്തും. പന്തളം വലിയ കുയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര രണ്ടാം ദിവസം യാത്ര തുടരുകയാണ്. അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച രണ്ടാം ദിനത്തിലെ യാത്ര വടശ്ശേരിക്കര പ്രയാർ പെരുന്നാട് വഴി ലാഹ സത്രത്തിൽ അവസാനിക്കും. അവസാന ദിവസമായ നാളെ തിരുവാഭരണങ്ങൾ സന്നിധാനത്തെത്തും. അയ്യപ്പന് തിരുവാഭരണങ്ങൾ അണിയിച്ച് ദീപാരാധന നടക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിലെല്ലാം നിറഞ്ഞ ഭക്തജന സാന്നിധ്യമാണ്. എല്ലാ സ്ഥലങ്ങൾക്കും അവർക്ക് ദർശനത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഓരോ സ്ഥലങ്ങളിലും ഭഗവാന്റെ എല്ലാ സ്ഥലങ്ങളിലും ദർശനത്തിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അതാത് ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളുമായിട്ടുള്ള ചടങ്ങുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അഭൂതപൂർവമായ തിരക്കാണ് ഈ ഭക്തരുടെ ഉൾപ്പെടെ എല്ലാവരുടെയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് വിഭാഗ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. 20 രാവിലെ രാജപ്രതിനിധി തൊഴുത് തിരുവാഭരണങ്ങളുമായി മലയിറങ്ങും. 21 പെരുന്നാട് അയ്യപ്പ ക്ഷേത്രത്തിൽ തിരുവാഭരണങ്ങൾ ചാർത്തും. 22 ആറന്മുള കൊട്ടാരത്തിലും ദർശനത്തിന് വയ്ക്കും. 23 തിരുവാഭരണങ്ങൾ തിരികെ പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെത്തും. ജനം, പത്തനംതിട്ട. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി പുല്ലുമേട്ടിൽ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങളാണ്. സുരക്ഷ ഉറപ്പാക്കാൻ 1400 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. മകരജ്യോതി ദർശനം സുഗമമാക്കുന്നതിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പുല്ലുമേട്ടിൽ പൂർത്തിയായതായി ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു. വിപുലമായ സുരക്ഷാ മുന്നൊരുക്കങ്ങളോടെയാണ് ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി പുല്ലുമേട് ഒരുങ്ങുന്നത്. ഭക്തർക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പുല്ലുമേട്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു. വണ്ടിപ്പെരിയാർ മുതൽ പുല്ലുമേട് വരെയുള്ള പാതയിൽ വിവിധ ജംഗ്ഷനുകളിലായി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനായി 1400ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ആവശ്യമായ വെളിച്ചമുറപ്പാക്കുന്നതിനായി പുല്ലുമേട്, ഉപ്പുപാറ, കോഴിക്കാനം, വാമനകുളം, വള്ളക്കടവ്, ചപ്പാത്തുപാലം, കക്കിക്കവല എന്നിവിടങ്ങളിൽ പോലീസ് അസ്കാലൈറ്റുകൾ സ്ഥാപിക്കും. വനം വകുപ്പ് ഇക്കുറി പുല്ലുമേട്ടിൽ ബയോ ടോയ്ലറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കുമളി കോഴിക്കാനം റൂട്ടിൽ 60 KSRTC ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. തിരക്ക് വർദ്ധിച്ചാൽ നിരത്തിലിറക്കാൻ കൂടുതൽ ബസ്സുകളും KSRTC കരുതിയിട്ടുണ്ട്. കാനനപാതയിൽ വിവിധയിടങ്ങളിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനവും ഉറപ്പാക്കി. മെഡിക്കൽ സംഘങ്ങളുടെ സേവനം കാനനപാതയിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിലുണ്ടാകും. പുല്ലുമേട് കാനനപാതയിൽ 1 കിലോമീറ്റർ ഇടവിട്ടും മകരജ്യോതി ദർശനമാകുന്ന പാഞ്ചാലിമേട്, പരുന്തുംപാറ എന്നിവിടങ്ങളിലും ശുദ്ധജല ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. 5 കേന്ദ്രങ്ങളിൽ അഗ്നിരക്ഷാ സേനയുടെ സാന്നിധ്യവും ഉണ്ടാകും. രാവിലെ 7 മണി മുതൽ 12 മണി വരെയാണ് വള്ളക്കടവിൽ നിന്ന് അയ്യപ്പ ഭക്തരെ പുല്ലുമേട്ടിലേക്ക് കടത്തിവിട്ടു തുടങ്ങുക. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മകരജ്യോതി ദർശനത്തിനായി കൂടുതൽ ഭക്തർ പുല്ലുമേട്ടിലേക്ക് എത്തുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതീക്ഷ. ജനം, ഇടുക്കി. ബീഹാറിൽ ശിഥിലമായി കോൺഗ്രസ്. ആകെ ഉണ്ടായിരുന്ന 6 കോൺഗ്രസ് MLA-മാർ NDA-യിലേക്കെന്ന് സൂചന. പട്നയിലെ സദഗത് ആശ്രമത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് പോലും കോൺഗ്രസ് MLA-മാർ വിട്ടുനിന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കോൺഗ്രസ് MLA-മാർ ഔദ്യോഗിക പാർട്ടി പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് 2ാം തവണയാണ്. ബീഹാറിൽ 6 കോൺഗ്രസ് MLA-മാരും NDA-യിലേക്ക് ചേക്കേറുമെന്നാണ് റിപ്പോർട്ടുകൾ. മകരസംക്രാന്തിയോടനുബന്ധിച്ച് പട്നയിലെ സദഗത് ആശ്രമത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ദഹിചുര വിരുന്നിൽ 6 കോൺഗ്രസ് MLA-മാരും പങ്കെടുത്തില്ല. തുടർന്നാണ് അഭ്യൂഹങ്ങൾ ശക്തമായത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കോൺഗ്രസ് MLA-മാർ ഔദ്യോഗിക പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇത് 2ാം തവണയാണ്. കഴിഞ്ഞ ആഴ്ച തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റിയ കേന്ദ്ര നീക്കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് റാം വിളിച്ചു ചേർത്ത യോഗത്തിലും 6 MLA-മാരിൽ 3 പേർ മാത്രമാണ് പങ്കെടുത്തത്. ബീഹാർ കോൺഗ്രസ് മേധാവി രാജേഷ് റാം, മുൻ MLC പ്രേംചന്ദ്ര മിശ്ര, മുൻ സംസ്ഥാന പ്രസിഡന്റ് മദൻ മോഹൻ ജാ എന്നിവർ വിരുന്നിൽ പങ്കെടുക്കുകയും പാർട്ടി പ്രവർത്തകരുമായി സംവദിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ കോൺഗ്രസ് 61 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും 6 ഇടങ്ങളിൽ മാത്രമാണ് വിജയം കണ്ടത്. ആകെയുള്ള 6 MLA-മാർ കൂടി BJP നേതൃത്വം നൽകുന്ന NDA-യ്ക്കൊപ്പം പോകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായതോടെ ബീഹാർ കോൺഗ്രസിൽ കൊഴിഞ്ഞുപോക്കുകളും വർദ്ധിച്ചു. ജനം, ഡൽഹി. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ച് ED. ഐപാക് റെയ്ഡുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ചാണ് ഹർജി. ന്യായവും സ്വതന്ത്രവുമായ അന്വേഷണം നടത്താനുള്ള അവകാശം സംസ്ഥാന സർക്കാർ നിഷേധിച്ചെന്നും ED കോടതി അറിയിച്ചു.
രാഷ്ട്രീയ കൺസൾട്ടൻസി സ്ഥാപനമായ ഐപാക്കുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിനിടെയുണ്ടായ നാടകീയ സംഭവങ്ങളാണ് ഇഡിയെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കാരണമാക്കിയത്. മമതയുടെ തൃണമൂൽ കോൺഗ്രസിനായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്ന ഐപാക്കിൽ ഇഡി പരിശോധന നടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാന പോലീസ് മേധാവിയും കൊൽക്കത്ത സിറ്റി പോലീസ് കമ്മീഷണറുമായി സ്ഥലത്തെത്തി രേഖകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ബലമായി പിടിച്ചെടുത്ത് കടത്തുകയായിരുന്നു. തങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഇഡി സുപ്രീം കോടതിയെ സമീപിച്ചത്. കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. കുറ്റകൃത്യത്തിൽ നിന്നുമുള്ള ഏതാണ്ട് 10 കോടി രൂപയുടെ വരുമാനം ഹവാല വഴി ഐപാക്കിലേക്ക് എത്തിയതായും 2022 ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സേവനങ്ങൾക്കായി തൃണമൂൽ ഈ സ്ഥാപനത്തിന് പണം നൽകിയതായും ഇഡി വ്യക്തമാക്കുന്നു. അതേസമയം ഇഡിയുടെ നീക്കം മുൻകൂട്ടി കണ്ട സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കാവിയറ്റ് ഫയൽ ചെയ്തു. വിഷയത്തിൽ ബന്ധപ്പെട്ട കക്ഷിയെ കേൾക്കാതെ ഒരു ഉത്തരവും പുറപ്പെടുവിക്കരുതെന്നാവശ്യപ്പെട്ട് നടത്തിയ അഭ്യർത്ഥനയാണ് കാവിയറ്റ്. ഐപാക് മേധാവി പ്രദീക് ജെയിന്റെ വസതിയിലും ഓഫീസിലും നടന്ന റെയ്ഡുകളിൽ രേഖകൾ മോഷ്ടിച്ചതായി ആരോപിക്കപ്പെടുന്ന ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുകയാണ് കൽക്കട്ട പോലീസ്. FIR രജിസ്റ്റർ ചെയ്ത പോലീസ് ആരോപിക്കപ്പെടുന്ന ഇഡി ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങി. ജനം, ഡൽഹി. ബംഗ്ലാദേശിൽ ഹിന്ദു വംശഹത്യ തുടരുകയാണ്. ഓട്ടോ ഡ്രൈവറെ അജ്ഞാത സംഘം തല്ലിക്കൊന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവമാണിത്. 28-കാരൻ സമീർ ദാസിനെയാണ് അജ്ഞാതർ തല്ലിക്കൊന്നത്. ഇരുട്ടിന്റെ മറവിൽ ചിറ്റോങ്ങിലെ ദഗൻഭുയാനിലാണ് ഓട്ടോ ഡ്രൈവർക്ക് നേരെ ക്രൂരമായ ആക്രമണം നടന്നത്. തല്ലിച്ചതച്ച് മരിച്ചെന്നുറപ്പായ ശേഷം സമീർ ദാസിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. അരുംകൊലയ്ക്ക് ശേഷം അക്രമി സംഘം ഓട്ടോ മോഷ്ടിച്ചതായും പരാതിയുണ്ട്. കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്നും കുറ്റവാളികളെ ഉടൻ പോലീസ് പിടികൂടുമെന്നും അറിയിച്ചു. അതിനിടെ അവാമി ലീഗ് നേതാവ് ജയിലിൽ കൊല്ലപ്പെട്ടു. പപ്ന ജില്ലാ യൂണിറ്റ് സെക്രട്ടറി പ്രലോയ് ചാക്കിയാണ് കൊല്ലപ്പെട്ടത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ജയിൽ അധികൃതരുടെ വിശദീകരണം. 2024 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിലാണ് ചാക്കി ജയിലിലായത്. മരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും രാഷ്ട്രീയ തടവുകാരുടെയും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിക്കാൻ കാരണമായി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങളെ ഭാരതം വലിയ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയ്ക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഹമ്മദ് യൂനൂസ് നയിക്കുന്ന ഇടക്കാല സർക്കാർ അധികാരത്തിലേറിയതോടെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വൻതോതിൽ വർദ്ധിക്കുകയാണ്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായിരിക്കെ തടവിൽ പാർപ്പിച്ചിരുന്ന ഭീകരരെ ഇടക്കാല സർക്കാർ വിട്ടയച്ചതും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുടെ നിരോധനം നീക്കിയതും രാജ്യത്ത് വർഗീയ ലഹളകൾ പെരുകാൻ കാരണമായി. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഒരു ലോകം ഒരു ഹൃദയം എന്ന പരിപാടിയുടെ ഭാഗമായി കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ മീഡിയ കോൺക്ലേവ് സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ നടന്ന കോൺക്ലേവിൽ കേരളത്തിലെ മുൻനിര മാധ്യമപ്രവർത്തകർ പങ്കെടുത്തു. അമൃത സർവകലാശാല വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സംസ്ഥാനതല മത്സരങ്ങൾക്കും സമാപനമായി. അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഒരു ലോകം ഒരു ഹൃദയമെന്ന സന്ദേശവുമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. മുൻനിര മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ച് അമൃതപുരി ക്യാമ്പസിൽ നടന്ന മീഡിയ കോൺക്ലേവ് ശ്രദ്ധേയമായിരുന്നു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ മോഡറേറ്ററായി. ജൻസിയുടെ കേരളം, ഭാഷ, ചരിത്രം, സംസ്കാരം, മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിലെ ചർച്ചയിൽ ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള, മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ്, 24 ന്യൂസ് എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, മാതൃഭൂമി ന്യൂസ് എഡിറ്റർ രാജീവ് ദേവരാജ്, ന്യൂസ് മലയാളം 24x7 ന്യൂസ് ഡയറക്ടർ TM ഹർഷൻ, അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ജൻസി തലമുറയുടെ പുതിയ ഭാഷ പഠിച്ചെടുക്കണമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും ഒപ്പം യുവതലമുറയെ കാത്തിരിക്കുന്ന ചതിക്കുഴികൾ അവർ തിരിച്ചറിയണമെന്നും ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള പറഞ്ഞു. ഒരു ലോകം ഒരു ഹൃദയമെന്ന സന്ദേശവുമായി അമൃത സർവകലാശാല വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളും സമാപിച്ചു. 500ഓളം കുട്ടികളാണ് മത്സരിച്ചത്. സർവകലാശാല ചാൻസലർ കൂടിയായ മാതാ അമൃതാനന്ദമയി ദേവി വീഡിയോ സന്ദേശത്തിലൂടെ മത്സരാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ പ്രശസ്ത കവി V മധുസൂദനൻ നായർ മുഖ്യാതിഥിയായി. വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. അമൃത സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ V രമേശ്
ആർട്ടിസ്റ്റ് മദനൻ, ശ്രീജിത്ത് കെ വാര്യർ എന്നിവരും പങ്കെടുത്തു. മത്സരങ്ങൾക്ക് പുറമെ പ്രദർശനങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് അമൃത വിശ്വവിദ്യാപീഠം സംഘടിപ്പിക്കുന്നത്. ജനം, കൊല്ലം.